യെസ്, മുഹമ്മദ് ഷമ്മാസ് കൂടി ചേരുകയാണ്. നേരത്തെ ഷമ്മാസ് ഈ പറഞ്ഞതുപോലെ തന്നെ LDF അവരുടെ നിലപാട് വ്യക്തമാക്കുകയാണ്. കഴിഞ്ഞ തവണ CPI എന്ത് സ്റ്റാൻഡാണോ എടുത്തത് അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനുള്ള തീരുമാനം അവർ ഇപ്പോഴും എടുക്കുന്നു. ധാർമ്മികമായി ഒരു ചോദ്യം മുന്നോട്ട് വയ്ക്കുന്നത് UDF സർക്കാരിന്റെ കാലത്ത് KM ഷാജിയുടെ പ്രതികരണമൊക്കെ ഞാൻ പറയേണ്ടതില്ലല്ലോ, അങ്ങേക്ക് അറിയാം. അങ്ങനെ ഇരിക്കെ എന്തുകൊണ്ട് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു? മന്ത്രിസഭാ ഉപസമിതിയൊക്കെ പിന്നെ എന്തിനാണ് നിയമിച്ചത്? പദ്ധതിയിൽ നിന്ന് പിൻവലിയാൻ സാധിക്കില്ല എങ്കിൽ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതേ ചോദ്യമാണ് LDF ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല നോക്കൂ, ഇതിൽ യഥാർത്ഥത്തിൽ ഉത്തരവാദി ആരാണെന്നുള്ളൊരു ചോദ്യം കൂടെ ഇല്ല. ഇപ്പൊ വിനോദ് ബഷീർ ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രതികരണം കേൾക്കുമ്പോൾ ഇതിൽ സർക്കാർ UDFന്റെ സർക്കാർ അധികാരത്തിൽ വന്ന് ഒപ്പിട്ട് നമ്മളത് ഈ എതിർപ്പുകളെല്ലാം മറികടന്ന് മുന്നോട്ട് പോകുന്ന രീതിയിലൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം കേട്ടാൽ മനസ്സിലാകുക. സത്യത്തിൽ സ്വന്തം മന്ത്രിസഭയിലെ അംഗങ്ങൾ പോലും അറിയാതെ ഈ കരാർ ഒപ്പിട്ട് മന്ത്രിസഭയെ ഉൾപ്പെടെ തെറ്റിദ്ധരിപ്പിച്ച CPM എന്നൊരു പാർട്ടിയും അതിന്റെ മന്ത്രിയും മുഖ്യമന്ത്രിയുള്ള ആളുകൾ ഈ കേരളത്തിൽ ഉണ്ടായിരുന്നെന്നും അവരാണ് ഈ മുഴുവൻ പ്രശ്നങ്ങൾക്കും അടിസ്ഥാനപരമായി കാരണക്കാർ എന്നും മറന്നു പോകുന്നൊരു സമീപനം ആര് സ്വീകരിക്കാൻ വേണ്ടി കഴിയില്ല. കേന്ദ്രമായി പറഞ്ഞൊരു കരാർ ഒപ്പിട്ടു, ആ കരാർ പിൻവലിക്കുന്നതിനുള്ള സാങ്കേതിക തടസ്സങ്ങളും നിയമ തടസ്സങ്ങളൊക്കെ ഒരു വശത്തുണ്ടാകും. അതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ, ഈ പറഞ്ഞ ഇപ്പോൾ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടന MSF ഉൾപ്പെടെയുള്ള സംഘടനകളെല്ലാം ഒരുമിച്ച് പറഞ്ഞിരുന്ന ഈ ഒരു സമീപനത്തിൽ നയമായി മുന്നോട്ട് പോകാൻ പാടില്ല, PMC പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള ഒരു സമീപനവും സ്വീകരിക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായം കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ കൂടെ അടിസ്ഥാനം തന്നെയാണല്ലോ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മന്ത്രിസഭാ ഉപസമിതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രൂപീകരിച്ചതുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻസ് നടന്നത്. ഒരു കൂടിയാലോചന അടിസ്ഥാനത്തിലാണ് UDFനകത്താണെങ്കിൽ പോലും കാര്യങ്ങൾ നടക്കുന്നത്. എന്നാൽ അങ്ങനെയാണോ LDF ഗവൺമെന്റ് സമയത്ത് കാര്യങ്ങൾ നടന്നത്? മന്ത്രിസഭയിലോ LDFിലോ ചർച്ച ചെയ്തിട്ടാണ്. ഇപ്പൊ ബിനോയ് വിശ്വം പറഞ്ഞ അഭിപ്രായം അന്ന് LDFന്റെ അഭിപ്രായം ആയിരുന്നില്ലല്ലോ. ഈ പറഞ്ഞ രീതിയിലേക്ക് ഈ വയ്യാവലി മുഴുവൻ എടുത്തു വച്ചിട്ട് അവസാനം ഇത് ഭരണം മാറിയപ്പോ സർക്കാരിനെയും കോൺഗ്രസ് നേതാക്കളെയും UDF അതിലൊരു കാര്യം എന്താണെന്ന് അറിയോ? കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് നമുക്കറിയാം കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണ്. അതേ സാഹചര്യം തന്നെയായിരുന്നു. SSK ഫണ്ട് ഉൾപ്പെടെ തടഞ്ഞു വെച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ ആകെ പ്രതിരോധത്തിലായിരുന്നു. അതേ കാര്യം ഇത്തവണയും സംഭവിക്കുമോ? അല്ലെങ്കിൽ ഇനി UDF സർക്കാർ ഇനി 5 വർഷം ഭരിക്കണം, ആ കാലയളവിലും ഇതേ സാമ്പത്തിക പ്രയാസങ്ങൾ നേരിടുമോ എന്നൊരു ഭയം ഈ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് വിസിബിൾ ആണ്. അപ്പം അങ്ങനെ ഒരു വാദം കഴിഞ്ഞ LDF സർക്കാർ എന്ത് വാദമാണ് മുന്നോട്ട് വെച്ചത് അതേ വാദം തന്നെ UDF സർക്കാർ മുന്നോട്ട് വയ്ക്കുകയാണ്. അല്ല, ഇവിടെ യഥാർത്ഥത്തിൽ ഇപ്പൊ പറഞ്ഞല്ലോ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ആരാണ് യഥാർത്ഥത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കിയത്? ഭരണരംഗത്ത് വൈദഗ്ധ്യമുള്ള ഇല്ലാത്ത ആളുകൾ, ഈ പറഞ്ഞ ധനകാര്യ മാനേജ്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ഒരു തരത്തിലും ഒരു ദീർഘവീക്ഷണത്തോടെ കാഴ്ചപ്പാടില്ലാത്ത പദ്ധതികൾ നടപ്പിലാക്കി കോടിക്കണക്കിന് രൂപ വായ്പ എടുത്ത് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ആളോഹരി കടം ഉൾപ്പെടെ വർദ്ധിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി ആകെ തകിടം മറിച്ചിട്ട് ഇനിയിപ്പോ എവിടെ നിന്നാണെങ്കിലും എന്ത് വിട്ടുവീഴ്ച ചെയ്തിട്ടാണെങ്കിലും ആരുടെ മുമ്പിൽ എന്ത് നിലപാട് പണയം വെച്ചിട്ടാണെങ്കിലും കേന്ദ്രത്തിന്റെ കയ്യിൽ നിന്നാണെങ്കിലും കിട്ടുന്ന പണം വാങ്ങണം എന്ന സമീപനവുമായി ബന്ധപ്പെട്ടില്ല ഈ കരാർ ഒപ്പിടേണ്ടി വന്നത്. അതിന്റെ പ്രത്യാഘാതമല്ല ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിപ്പോ UDF സർക്കാരിനെ സംബന്ധിച്ച് കഴിഞ്ഞ LDF സർക്കാർ സ്വീകരിച്ച സാമ്പത്തിക നയത്തിന്റെ ഭാഗമായുള്ള പെരുമുറക്കങ്ങൾ, പ്രശ്നങ്ങളും സാമ്പത്തിക ഞെരുക്കവും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിനെ മറികടക്കാനുള്ള മാർഗങ്ങളായി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ മുന്നോട്ട് പോകുന്നു. അത് ഫലപ്രദമായി തന്നെ മുന്നോട്ട് പോകുന്നുമുണ്ട്. അതിന്റെ പേര് പറഞ്ഞ് എന്തായാലും ഈ പറഞ്ഞ പോലെ ഒരു സംഘപരിവാർ അജണ്ട, ഫാസിസ്റ്റ് അജണ്ട ഈ രാജ്യത്ത് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയുടെ സാമ്പത്തിക താല്പര്യം മുൻനിർത്തി അങ്ങനെ ഒരു ക്യാപ്റ്റ്യൂൾ എന്തായാലും UDF ഇറക്കില്ല. LDF ആ ക്യാപ്റ്റ്യൂൾ പറഞ്ഞാണ് നിലനിന്നത്. ഈ കാര്യത്തിൽ കൃത്യമായ നിലപാടും കൃത്യമായ മറുപടിയും UDFനെ സംബന്ധിച്ചുണ്ട്.